Hi, good morning. In the last class, we have done a simple MySQL program. What are the things we have learned from that program? How to create a database, how to create a table, how to insert data into the table. From today onwards, we are going to study the commands in detail. As I have already told you that there are so many types of commands: DML, DDL, DCL, TCL, etc. From that, DML and DDL are more important. So let's start with DDL commands. Before that, we have to understand about the MySQL data types. MySQL data types. ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ C പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഒരു ഡാറ്റ ടൈപ്പ്. അപ്പോൾ MySQL ഡാറ്റ ടൈപ്പ് നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഇൻറ്റ് വാർകെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് properly defining the fields in a table is important to overall optimization of your database. ഇപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഫീൽഡാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും നമ്മളതിൽ പറയുന്നു. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഫീൽഡും അതേപോലെ ഫീൽഡിൻ്റെ പിന്നെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. പിന്നെ അതിൻ്റെ സൈസ് നമ്മൾ അതിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ സൈസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സ്പേസ്, ഇപ്പോൾ ഒരു പിന്നെ നെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 or 15 ക്യാരക്ടേഴ്സൊക്കെയാണ് ഒരു നെയിമിൽ മാക്സിമം വരിക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 25 or 50 അങ്ങനെ ഒന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ മെമ്മറി കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യുക ആദ്യം. You should use only the type and size of field you really need to use. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ള സൈസ് അത് മാത്രമേ നമ്മൾ അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ്, ഏത് ടൈപ്പ് ഡാറ്റ ആണെന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. MySQL uses many different data types broken into 3 categories. മെയിൻലി 3 കാറ്റഗറി ആണുള്ളത്. ഒന്ന് ന്യൂമറിക്, പിന്നെ ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ സ്ട്രിങ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. ന്യൂമറിക് നമുക്കറിയാം എന്താണ്, നമ്പറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂമറിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ലാബിൽ യൂസ് ചെയ്താണ്. അപ്പോൾ ഇൻറ്റിജർ, ഇപ്പോൾ നമ്മൾ റോൾ നമ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് അല്ലേ. അപ്പോൾ അതിനെ ഈ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്നാണ് പറയുക. അപ്പോൾ അതിന് പല ടൈപ്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നോക്കാം. ഫസ്റ്റ് ഇൻറ്റ്, എ നോർമൽ സൈസ്ഡ് ഇൻറ്റിജർ ദാറ്റ് ക്യാൻ ബി സൈൻഡ് ഓർ അൺസൈൻഡ്. ഇത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് എന്ന് പറയുന്നത്, INT. അപ്പോൾ നോർമൽ സൈസാണ്. അത് നമുക്ക് സൈൻഡും അൺസൈൻഡും യൂസ് ചെയ്യാം. സൈൻഡ് മീൻസ് പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. അതല്ല സൈൻ ഇല്ലാത്ത ടൈപ്പ് നമ്പർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ബിഗ് ഇൻറ്റ് ഉണ്ട്, എ ലാർജ് ഇൻറ്റിജർ ദാറ്റ് ക്യാൻ ബി സൈൻഡ് ഓർ അൺസൈൻഡ്. അതേപോലെ തന്നെ ലാർജ് ഇൻറ്റിജർ, ഇപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, അതായത് ഇൻറ്റിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള നമ്പർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബിഗ് ഇൻറ്റ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ നമ്പറാണ്. അപ്പോൾ ആ മൊബൈൽ നമ്പർ കൊടുക്കേണ്ട ഫീൽഡിൽ ചില സമയത്ത് നമുക്ക് അതിൻ്റെ ടൈപ്പ് ബിഗ് ഇൻറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഫ്ലോട്ട്, എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ദാറ്റ് കനോട്ട് ബി അൺസൈൻഡ്. യു ക്യാൻ ഡിഫൈൻ ദ ഡിസ്പ്ലേ ലെങ്ത് ആൻഡ് ദി നമ്പർ ഓഫ് ഡെസിമൽസ്. പിന്നുള്ളത് ഫ്ലോട്ടാണ്. ഫ്ലോട്ട് നമുക്കറിയാം അല്ലേ, ഡെസിമൽ പ്ലേസുള്ള നമ്പേഴ്സ്, അതിൻ്റെ ടൈപ്പാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ അത് പക്ഷേ അൺസൈൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ സൈൻഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളവിടെ കൊടുക്കണം. അതായത് എം ഡി എന്ന് പറഞ്ഞിട്ട്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത്, പിന്നെ അതേപോലെ ഡെസിമൽ പ്ലേസ് എത്ര വേണമെന്നുള്ളതാണ് ഡി കൊണ്ട് നമ്മൾ പറയുന്നത്. പിന്നെ അത് ഡബിൾ. ഇപ്പോൾ ഇൻറ്റ് ബിഗ് ഇൻറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഫ്ലോട്ടും ഡബിളും. അതായത് അതിനേക്കാളും സൈസ് കൂടുതലുള്ള യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡബിൾ യൂസ് ചെയ്യേണ്ടി വരും. ഫ്ലോട്ടിംഗ് പോയിൻ്റ് തന്നെ അതിൻ്റെ സൈസ് വലിയ സൈസിലുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഡബിൾ യൂസ് ചെയ്യണം. അപ്പോൾ ഡബിളും അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് പോലെ തന്നെ അൺസൈൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, സൈൻഡ് നമ്പേഴ്സേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ ന്യൂമറിക് ഡാറ്റ ടൈപ്സ് തന്നെ ഇത് കൂടാതെ തന്നെ ഒരുപാട് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്മോൾ ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പുകളുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഒരു 4 എണ്ണം പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഡേറ്റ് ആൻഡ് ടൈം ടൈപ്സ്. ഇപ്പോൾ എ ഡേറ്റ് ഇൻ YYYYMMDD format between 1001 and 99991231. ഇപ്പോൾ ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്താൽ അതിൽ ഡേറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇയർ ആണ് വരുന്നത്, 4 ഡിജിറ്റ് ഇയർ, 2 ഡിജിറ്റ് മന്ത്, 2 ഡിജിറ്റ് ഡേറ്റ്. ഈ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോർമാറ്റിൽ തന്നെ എൻട്രി ചെയ്യണം. ഫോർ എക്സാമ്പിൾ, December 30th, 1973 വുഡ് ബി സ്റ്റോർഡ് ആസ് 1973-12-30. ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈം സ്റ്റോർസ് ദ ടൈം ഇൻ ഹവർ, മിനിറ്റ്, സെക്കൻഡ് ഫോർമാറ്റ്. അവിടെ ഈ ഹവർ, മിനിറ്റ്, സെക്കൻഡ് ഫോർമാറ്റിലാണ് നമ്മൾ ടൈം കൊടുക്കേണ്ടത്. അപ്പോൾ ടൈം എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലാണ് ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് കൂടാതെ ഒരു ഡേറ്റ് ടൈം ഉണ്ട്. അതായത് ഇപ്പോൾ മേലെ പറഞ്ഞിരിക്കുന്ന ഡേറ്റും ടൈമും ഒന്നിച്ചുള്ളത്. എ ഡേറ്റ് ആൻഡ് ടൈം കോമ്പിനേഷൻ ഇൻ ഇപ്പോൾ മേലെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11,000 മുതൽ 31/12/999 വരെ അത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ടൈം 0000 മുതൽ 23:59:59 വരെ. നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഇയർ മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇയർ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്റ്റോർസ് എ ഇയർ ഇൻ 2 ഡിജിറ്റ് ഓർ 4 ഡിജിറ്റ്. ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 അല്ലെങ്കിൽ 4 ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. ഇഫ് ദ ലെങ്ത് ഈസ് സ്പെസിഫൈഡ് ആസ് 2, 2 സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇയർ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇയർ ക്യാൻ ബി ബിറ്റ്വീൻ 1970 മുതൽ 2069 വരെയുള്ള ആ ഒരു ഡേറ്റാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇഫ് ദ ലെങ്ത് ഈസ് സ്പെസിഫൈഡ് ആസ് 4, 4 നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇയർ 1901 മുതൽ 2155 വരെയുള്ള സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ഒന്നും കൊടുത്തില്ല, ഇയർ മാത്രം കൊടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് എടുക്കും, ഡിഫോൾട്ടായിട്ട് 4 ഡിജിറ്റ് ആയിട്ടാണ് എടുക്കുക. ഇനി വേറൊരു ടൈപ്പുള്ളത് സ്ട്രിങ് ടൈപ്പാണ്. ഇപ്പോൾ സ്ട്രിങ് അറിയാം നമുക്ക് അല്ലേ, ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മളെ പേര്, അതുപോലെ സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളവിടെ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ സ്ട്രിങ് ക്യാരക്ടർ സ്ട്രിങ്, ക്യാർ കൊടുത്തു കഴിഞ്ഞാൽ എ ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ബിറ്റ്വീൻ 1 and 255 ക്യാരക്ടേഴ്സ് ഇൻ ലെങ്ത്. ഇപ്പോൾ ക്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിക്സഡ് ലെങ്ത് സ്ട്രിങ്ങിനാണ് നമ്മൾ ക്യാർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ക്യാർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്സ്, ഇപ്പോൾ ഒരു
കമ്പനിയിൽ ഒരു കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ആ പ്രോഡക്ട്സിനൊക്കെ ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ കോഡ് ഒരു 4 ഡിജിറ്റ് കോഡാണ്. എല്ലാത്തിനും ഫിക്സഡ് ആയിട്ട് ഒരു 4 ഡിജിറ്റ് കോഡാണ്. എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാരക്ടർ, ഈ ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഡിഫൈനിങ് എ ലെങ്ത് ഈസ് നോട്ട് റിക്വയർഡ് ബട്ട് ദ ഡിഫോൾട്ട് ഈസ് 1. ഇപ്പോൾ ലെങ്ത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് 1 ആണ് എടുക്കുക. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടറായിട്ട് എടുക്കുക. ഇനി അഥവാ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു 3 കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 5 കൊടുക്കുകയാണെങ്കിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഫിക്സഡ് ലെങ്ത്തിൽ ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. പിന്നെയുള്ളത് വേർകെയർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കാരണം അധിക ഡാറ്റ ഇതേപോലുള്ള വേരിയബിൾ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ വേരിയബിൾ ലെങ്ത് സ്ട്രിങ് ബിറ്റ്വീൻ 1 and 255 ക്യാരക്ടേഴ്സ്, അതായത് 1 മുതൽ 255 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വേർകെയറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേർകെയർ ടൈപ്പ് ആണെങ്കിൽ വേരിയബിൾ ലെങ്ത് ആണ്. ഇപ്പോൾ നമ്മളൊരു 25 നെയിം 25 കൊടുക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടർ മുതൽ 25 വരെ ക്യാരക്ടറുള്ള എല്ലാ പേരുകളും നമുക്ക് എന്ത് ചെയ്യാം? അതിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഒരു പിന്നെ പേര് നമ്മളൊരു 10 ക്യാരക്ടറുള്ള ഒരു പേര് എൻ്റർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അടുത്തതിൽ നമുക്ക് 15 ലെങ്ത്തുള്ള ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഫിക്സഡ് ആയിരിക്കണം എന്നില്ല. വേരിയബിൾ ലെങ്ത്തുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു മാക്സിമം ലിമിറ്റാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. വേർകെയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് 25 കൊടുത്തു കഴിഞ്ഞാൽ 25 ആണ് അതിൻ്റെ മാക്സിമം ലെങ്ത്. അപ്പോൾ ഈ വേർകെയർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? നിർബന്ധമായിട്ട് അവിടെ അതിൻ്റെ സൈസ് കൊടുക്കണം. പിന്നെ വേറൊരു ടൈപ്പാണ് ബ്ലോബ്, BLOB ഓർ ടെക്സ്റ്റ്, എ ഫീൽഡ് വിത്ത് എ മാക്സിമം ലെങ്ത് ഓഫ് 65,535 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത് റയറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേർകെയർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത സൈസിലുള്ള വരുന്നത്, അതായത് 255 ക്യാരക്ടേഴ്സ് വരെ വേർകെയർ സപ്പോർട്ട് ചെയ്യും. അതിൽ കൂടുതൽ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ലാർജ് ഒബ്ജക്ട്സ്, അതാണ് ബ്ലോബ് എന്ന് പറയുന്നത്. യു ഡു നോട്ട് സ്പെസിഫൈ എ ലെങ്ത് വിത്ത് ബ്ലോബ് ഓർ ടെക്സ്റ്റ്. അപ്പോൾ അതിൽ ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 65,535 ക്യാരക്ടേഴ്സിലും കൂടുതൽ ഒരു ഫീൽഡിൽ ഒരു പിന്നെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്, ഈ 3 എണ്ണം. അതായത് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ തന്നെ string data type. Next, DDL commands. DDL data definition language is used to define the database schema. Database schema define ചെയ്യാൻ വേണ്ടിയിട്ടാണ് DDL commands. പിന്നെ അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് അതിൽ വരുന്നുണ്ട്, സ്ട്രക്ചർ, അതായത് നമ്മുടെ ടേബിളിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പിന്നെ ഏതൊക്കെ ഫീൽഡ്സ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ചേഞ്ച് ദി സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ DDL സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, ഡിലീറ്റിംഗ്, മോഡിഫൈയിങ് സ്കീമ ആൻഡ് ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കീമ മോഡിഫൈ ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ DDL കമാൻഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ക്രിയേറ്റ്. ക്രിയേറ്റ് നമ്മൾ യൂസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ദി ഡാറ്റാബേസ് ഓർ ഇറ്റ്സ് ഒബ്ജക്ട്സ്. ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒബ്ജക്ട്സ് മീൻസ് ടേബിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻഡെക്സ്, ഫങ്ഷൻ, വ്യൂസ്, സ്റ്റോർഡ് പ്രൊസീജിയർ, ട്രിഗർ എന്ന് പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് ക്രിയേറ്റ് ഡാറ്റാബേസിനും ക്രിയേറ്റ് ടേബിൾ യൂസ് ചെയ്യാനാണ് ഈ ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. പിന്നുള്ളത് ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിൻ്റെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിലീറ്റ് ഒബ്ജക്ട്സ് ഫ്രം ദി ഡാറ്റാബേസ്. ക്രിയേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഡ്രോപ്പ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൾട്ടർ ഈസ് യൂസ് ടു ആൾട്ടർ ദി സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൾട്ടർ എന്നുള്ള
കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ, മറ്റേ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ, ആൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ. നെക്സ്റ്റ് ട്രങ്കേറ്റ്. ട്രങ്കേറ്റ് ഈസ് യൂസ് ടു റിമൂവ് ഓൾ റെക്കോർഡ്സ് ഫ്രം ദി ടേബിൾ ഇൻക്ലൂഡിംഗ് സ്പേസസ് അലോക്കേറ്റഡ് ഫോർ റെക്കോർഡ്സ് ആർ റിമൂവ്ഡ്. ഇപ്പോൾ ട്രങ്കേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലുള്ള റെക്കോർഡ്സ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ബ്ലാങ്ക് ടേബിൾ അവിടെ എക്സിസ്റ്റ് ആവും. അപ്പോൾ ഇത് ഡ്രോപ്പും ട്രങ്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് റിമൂവ്സ് ഓൾ ദി റെക്കോർഡ്സ് ആൻഡ് ടേബിളും റെക്കോർഡ്സ് അടക്കം ഡിലീറ്റ് ചെയ്യും. ബട്ട് ട്രങ്കേറ്റ് റിമൂവ് ഓൺലി records from the or data from the table. The table will exist. Table എന്ത് ചെയ്യും, അവിടെ എക്സിസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് കമൻറ്റ് ഈസ് യൂസ് ടു ആഡ് കമൻറ്റ്സ്. കമൻറ്റ് നിങ്ങൾ സിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. കമൻറ്റ് ജസ്റ്റ് ഇപ്പോൾ ഒരു പ്രോഗ്രാം കോഡ് എവിടെയെങ്കിലും എഴുതുന്ന സമയത്ത് അവിടെ ഒരു കമൻറ്റ് കൊടുക്കും അല്ലേ. അവിടെ എന്തിനാണ് ആ കോഡ് യൂസ് ചെയ്തത് എന്നുള്ള ഒരു കമൻറ്റ്. അതേപോലെ തന്നെ ഈ നമ്മൾ എഴുതുന്ന ഈ ഒരു ക്വറിയിൽ കമൻറ്റ് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സിയിൽ പറഞ്ഞ പോലെ തന്നെ കമൻ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റീനെയിം എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു റീനെയിം ആൻ ഒബ്ജക്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ദി ഡാറ്റാബേസ്. ഇപ്പോൾ റീനെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേര് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീനെയിം എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DDL കമാൻഡ്സ്. ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ഡ്രോപ്പ് റിമൂവ് ചെയ്യാൻ, ആൾട്ടർ ചേഞ്ചസ് വരുത്താൻ, ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ മാത്രം ഡിലീറ്റ് ചെയ്യാൻ, കമൻറ്റ് കൊടുക്കാൻ, റീനെയിം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കൊടുത്ത പേര് ചേഞ്ച് ചെയ്തിട്ട് വേറെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കാം, ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ക്രിയേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. നമ്മൾ യൂസ് ചെയ്ത 2 എക്സാമ്പിൾസാണിത്. ഒന്ന് ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം. അതിൻ്റെ സിൻടാക്സ് ആണിത്. എങ്ങനെയാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുക, ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് കമാൻഡ് കൊടുത്തിട്ട് ഡാറ്റാബേസ് എന്നുള്ള പേര്, ഡാറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് എന്ന് കൊടുക്കുക, ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടേബിൾ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആവും. ടേബിൾ ആണെങ്കിലോ ക്രിയേറ്റ് ടേബിളിൻ്റെ പേര് കൊടുക്കുക. പിന്നെ നമ്മൾ ടേബിളിന് ഏതൊക്കെ കോളംസ് ആണുള്ളത്, ഏതൊക്കെ ഡാറ്റ ടൈപ്പാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ മേലെ പറഞ്ഞപ്പോൾ ഞാൻ വായിച്ച സിൻടാക്സ് ആണ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കമൻറ്റ് കൊടുക്കേണ്ടത്, ക്രിയേറ്റ് ഡാറ്റാബേസ് ട്യൂട്ടോറിയൽ. മുകളിൽ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ഡാറ്റാബേസിൻ്റെ പേര് അല്ലേ, അതാണ് ക്രിയേറ്റ് ഡാറ്റാബേസ് ട്യൂട്ടോറിയൽ. നെക്സ്റ്റ് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. അപ്പോൾ ടേബിളിൻ്റെ പേര് അവിടെ എന്താണ്, സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഏതൊക്കെ കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണ്, അതിൻ്റെ സൈസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. നെക്സ്റ്റ് ഡ്രോപ്പിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരിക, ഡ്രോപ്പ് ഡാറ്റാബേസ് നെയിം. അപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആവും. ഡ്രോപ്പ് ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള ഡാറ്റാബേസ് ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അത് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ടേബിൾ ഡിലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡ്രോപ്പ് ടേബിളിൻ്റെ പേര്. സോറി, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡ്രോപ്പ് ടേബിൾ നെയിമാണ് കൊടുക്കേണ്ടത്. അവിടെ ഞാൻ ഡാറ്റാബേസ് നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഡ്രോപ്പ് ഡാറ്റാബേസ് ട്യൂട്ടോറിയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഡാറ്റാബേസ് എന്ത് ചെയ്യും, അതിൽ നിന്ന് റിമൂവ് ആവും, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡാറ്റാബേസ് സെർവറിൽ നിന്ന് റിമൂവ് ആവും. ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാലോ, ഏത് ഡാറ്റാബേസിലാണോ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ടേബിളുകളിൽ ആ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ആ ഡാറ്റാബേസിൽ സ്റ്റുഡൻറ്റ് എന്ന പേരിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ഇനി ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഡ്രോപ്പ്. ഇനി
ആൾട്ടർ എന്തിനാന്ന് വെച്ചാൽ ചേഞ്ച് വരുത്താൻ അല്ലേ, ഓൾറെഡി ഉള്ള ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ. ഇപ്പോൾ നോക്കുക, സിൻടാക്സ് നോക്കുക, ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ് കോളം, കോളം നെയിം, ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ഓൾറെഡി ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു 4 കോളം ഉണ്ടെന്ന് വിചാരിക്കുക. അത് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ കോളം എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ടേബിൾ പിന്നെ ആ ടേബിൾ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള ആ ടേബിളിലേക്ക് എനിക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു കോളം കൂടി ആഡ് ചെയ്താൽ മതി. അതിനുള്ള സിൻടാക്സ് ആണ് ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം. ആൾട്ടർ ടേബിൾ കൊടുക്കുക, ടേബിളിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ആഡ് കോളം, കോളം ആഡ് ചെയ്യാൻ, ആഡ് കോളം, എന്നിട്ട് ഏത് കോളമാണോ ആഡ് ചെയ്യുന്നത് ആ കോളത്തിന് ഒരു പേര് കൊടുക്കുക, അതിൻ്റെ ഡാറ്റ ടൈപ്പും കൊടുക്കുക. ഇനി അതുപോലെ തന്നെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു കോളം എനിക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെയാണ് ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് കോളത്തിന് പകരം ഡ്രോപ്പ് കോളം കൊടുക്കുക. ഡ്രോപ്പ് കോളം, കോളത്തിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. അതിൽ ഡാറ്റ ടൈപ്പ് ഒന്നും, ഡാറ്റ ടൈപ്പ് നമ്മൾ മുകളിൽ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡാറ്റ ടൈപ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കോളത്തിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. പിന്നെ ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കോളത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പിന്നെ കോളത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ പേര് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചേഞ്ച്, ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം ചേഞ്ച് എന്നാണ് കൊടുക്കണം. ചേഞ്ച് എന്ന് കൊടുത്തിട്ട് പഴയ പേര് ആദ്യം കൊടുക്കുക, എന്നിട്ട് പുതിയ പേര് കൊടുക്കുക. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ടേബിളിലെ കോളത്തിൻ്റെ പേര് എനിക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. പുതിയ പേര് കൊടുക്കുക, അതിൻ്റെ ഡാറ്റ ടൈപ്പും കൊടുക്കുക. അതിൻ്റെ എക്സാമ്പിളാണിത്. ഫസ്റ്റ് എക്സാമ്പിൾ ഒരു കോളം ആഡ് ചെയ്യാനാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന പേരിൽ ക്ലാസ് എന്നുള്ള ഒരു കോളം എനിക്ക് ആഡ് ചെയ്യണം. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലേക്ക് ക്ലാസ് എന്ന് പറയുന്ന ഒരു കോളം എക്സ്ട്രാ എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ കൊടുക്കുക, ആൾട്ടർ ടേബിൾ, പിന്നെ ടേബിളിൻ്റെ പേര് എന്താ, സ്റ്റുഡൻറ്റ്, ആഡ് കോളം എന്ന് കൊടുക്കുക. എന്നിട്ട് ഏത് കോളമാണോ ആഡ് ചെയ്യേണ്ടത്, ക്ലാസ്, അപ്പോൾ ക്ലാസ് എന്ന് കൊടുക്കുക. അതിൻ്റെ ടൈപ്പ് അപ്പോൾ വേർക്കെയറാണ്, അതിൻ്റെ സൈസും ഞാൻ അവിടെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ കോളം അവിടെ ആഡ് ചെയ്ത് വരും. പിന്നെ ഉള്ളത് ഡ്രോപ്പാണ്, ഡ്രോപ്പ് കോളം. ആൾട്ടർ ടേബിൾ, സ്റ്റുഡൻറ്റ്, ഡ്രോപ്പ് കോളം, ആ കോളത്തിൻ്റെ പേര്. അപ്പോൾ നെയിം എന്ന് പറയുന്ന കോളമാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ നെയിമാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെയിം എന്ന് പറയുന്ന കോളം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ചേഞ്ച് ചെയ്യാം. ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ നെയിം എന്ന് പറയുന്ന കോളം ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം ആക്കണം. നെയിം എന്നുള്ള കോളത്തിൻ്റെ പേര് മാറ്റിയിട്ട് ഫസ്റ്റ് നെയിം ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ആൾട്ടർ ടേബിൾ, സ്റ്റുഡൻറ്റ്, ഏത് ടേബിളാണ്, സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻറ്റിൽ ചേഞ്ച് എന്താ ചേഞ്ച് ചെയ്യേണ്ടത്, നെയിം മാറ്റിയിട്ട് എന്താക്കി മാറ്റണം, ഫസ്റ്റ് നെയിം ആക്കി മാറ്റും. അപ്പോൾ ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ആദ്യം കൊടുക്കുക. ചേഞ്ച് ചെയ്ത പുതിയ പേര് എന്ത് ചെയ്യുക, അതിന് ശേഷം കൊടുക്കുക, അതിൻ്റെ ടൈപ്പും കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് റീനെയിം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടേബിളിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീനെയിം ടേബിൾ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പഴയ പേര് കൊടുക്കുക ടു പുതിയ പേര്. എക്സാമ്പിൾ നോക്കുക, റീനെയിം ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ പേര് മാറ്റി ഞാൻ പ്യൂപ്പിൾ എന്നാക്കുകയാണെങ്കിൽ റീനെയിം ടേബിൾ സ്റ്റുഡൻറ്റ് ടു പ്യൂപ്പിൾ എന്ന് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ട്രങ്കേറ്റ് എന്തായിരുന്നു, ഓൾറെഡി ഉള്ള ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ടേബിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും, ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ട്രങ്കേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് അലൗസ് യു ടു ഡിലീറ്റ് ഓൾ ഡാറ്റ ഇൻ എ ടേബിൾ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, ട്രങ്കേറ്റ് ടേബിൾ നെയിം എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ട്രങ്കേറ്റ് ടേബിൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൽ നമ്മൾ എന്തൊക്കെ ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ബ്ലാങ്ക് ടേബിളാക്കി മാറ്റും. ഓക്കെ, ഇനി നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് എ ഡാറ്റാബേസ് നെയിംഡ് ക്ലയൻറ്റ് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്രിയേറ്റ് എ ടേബിൾ കസ്റ്റമർ വിത്ത് ഫീൽഡ്സ് കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സിറ്റി, സ്റ്റേറ്റ്. ഇപ്പോൾ കസ്റ്റമർ എന്നുള്ള പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെ ഫീൽഡ് വേണം, കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സിറ്റി, സ്റ്റേറ്റ്, 4 ഫീൽഡാണ് വേണ്ടത്. ഈ നെക്സ്റ്റ് ക്രിയേറ്റ് അനദർ ടേബിൾ പ്രൊഡക്റ്റ് വിത്ത് ഫീൽഡ്സ് പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം. പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ടുള്ള 2 ഫീൽഡ് ഉള്ള ഒരു
വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ലിസ്റ്റ് ഓൾ ദി ടേബിൾസ് ഇൻ ദി ഡാറ്റാബേസ്, ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസ്, ഈ 2 ടേബിൾസിൻ്റെ ലിസ്റ്റ് ചെയ്യാൻ. പിന്നെ ഷോ ദി ടേബിൾ ഫോർമാറ്റ് വിത്ത് കോളം നെയിംസ് ആൻഡ് ഡാറ്റ ടൈപ്സ് ഓഫ് ദി ടേബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കീമ ഡിസ്പ്ലേ ചെയ്യാൻ. പിന്നെ റിമൂവ് ദ ഫീൽഡ്സ് സിറ്റി ഫ്രം ദി ടേബിൾ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സിറ്റി എന്ന് പറയുന്ന കോളം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ആഡ് എ കോളം പർച്ചേസ് ഡേറ്റ് ഇൻ ടു ദി ടേബിൾ പ്രൊഡക്റ്റ് എന്ന ടേബിളിലേക്ക് പർച്ചേസ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ റീനെയിം ദി ടേബിൾ പ്രൊഡക്റ്റ് ഇൻ ടു കമ്മോഡിറ്റി. പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള പേര് മാറ്റി കമ്മോഡിറ്റി എന്നാക്കുക. പിന്നെ ഡിലീറ്റ് ദി ടേബിൾ കസ്റ്റമർ ഫ്രം ദി ഡാറ്റാബേസിൽ നിന്ന് ഈ കസ്റ്റമർ എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടേബിൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും 9 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ്, ക്ലയൻറ്റ് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിംഡ് ക്ലയൻറ്റ്. അപ്പോൾ നമുക്കത് നോക്കാം, ഒരു റഫായിട്ട് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ആദ്യം ക്ലയൻറ്റ് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി 2 ടേബിളാണ് അല്ലേ, ഏതൊക്കെ, കസ്റ്റമർ എന്നുള്ള പേരിലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ, 2 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്, ഈ ക്ലയൻറ്റ് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ. അപ്പോൾ കസ്റ്റമറിൽ എന്തൊക്കെയാണുള്ളത്, കസ്റ്റമർ ഐഡൻറ്റി, കസ്റ്റമർ നെയിം, സിറ്റി, സ്റ്റേറ്റ്, 4 ഫീൽഡാണുള്ളത്. അപ്പോൾ 4 ഫീൽഡുള്ള ആ കസ്റ്റമർ എന്നുള്ള പേരിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ 4 ഫീൽഡുണ്ട്, കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സിറ്റി, സ്റ്റേറ്റ്. ഇനി ക്രിയേറ്റ് അനദർ ടേബിൾ പ്രൊഡക്റ്റ് വിത്ത് ഫീൽഡ്സ് പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം. അപ്പോൾ രണ്ടാമത്തെ വേറൊരു പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ, ആ ടേബിളിൽ ഫീൽഡുകൾ പ്രൊഡക്റ്റ് ഐ ഡിയും പ്രൊഡക്റ്റ് നെയിമും. അപ്പോൾ 2 ടേബിൾ നമ്മൾ എന്തിൽ ക്രിയേറ്റ് ചെയ്യണം, ക്ലയൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡാറ്റാബേസിൻ്റെ പേര് ക്ലയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമൻറ്റ് എന്താണ്, ക്രിയേറ്റ് ഡാറ്റാബേസ് ക്ലയൻറ്റ്. ഇപ്പോൾ ക്വറി ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി അത് കാണുന്നുണ്ടെങ്കിൽ ഷോ ഡാറ്റാബേസസ് നടിക്കുക. അപ്പോൾ അതിലുള്ള ഡാറ്റാബേസ് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ക്ലയൻറ്റ് എന്നുള്ള പേരിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റാബേസ് കാണാം. പിന്നെ അത് കൂടാതെ അക്കാഡമിക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റാബേസ് അവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂസ് ക്ലയൻറ്റ് നടിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ക്ലയൻറ്റ് എന്നുള്ള പേരിലുള്ള ഡാറ്റാബേസിലാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൽ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ. ഫസ്റ്റ് ടേബിൾ കസ്റ്റമർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് എന്തൊക്കെയാണ്, കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സിറ്റി, സ്റ്റേറ്റ്. അപ്പോൾ കസ്റ്റമർ ഐ ഡി, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ് 3, കസ്റ്റമർ നെയിം വേർക്കാർ 20 കൊടുത്തു, സിറ്റി അത് വേർക്കാർ കൊടുത്തു 15, പിന്നെ സ്റ്റേറ്റ് വേർക്കാർ അത് 15 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. അപ്പോൾ കുറേ ഓക്കെ. അപ്പോൾ എന്തായി, ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. കസ്റ്റമർ എന്നുള്ള പേരിൽ ഒരു ടേബിൾ നമ്മൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ, ആദ്യം അത് നമുക്ക് ടേബിൾ ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏതാ, ക്ലയൻറ്റ് എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ്. അപ്പോൾ ആദ്യം ടേബിൾസ് ഏതൊക്കെയാണ് അതിലുള്ളത് നോക്കാം. ഷോർട്ട് ടേബിൾസ് അടിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ എന്നുള്ള പേരിലുള്ള ഒരു ടേബിൾ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേബിൾസ് അടിക്കുമ്പോൾ കസ്റ്റമർ എന്ന് പറയാം, ടേബിൾസ് ഇൻ ക്ലയൻറ്റ് ഏതൊക്കെയാണ്, കസ്റ്റമർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ
പ്രൊഡക്റ്റ് ഐ ഡി, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ് സൈസ് 3, പ്രൊഡക്റ്റ് നെയിം വാർക്കാർ സൈസ് 25 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ടു. കുറേ ഓക്കെയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ്. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ നമ്മൾ കസ്റ്റമർ എന്ന പേരിലോ അതുപോലെ പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഷോർട്ട് ടേബിൾസ് അടിച്ച് നോക്കാം. അപ്പോൾ കസ്റ്റമറും പ്രൊഡക്റ്റും ഓക്കെ. അപ്പോൾ നമ്മൾ 2 ടേബിളും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇൻ ലിസ്റ്റ് ഓൾ ടേബിൾസ് ഇൻ ദി ഡാറ്റാബേസ്. അപ്പോൾ അതിനെന്താ നമ്മൾ കൊടുക്കേണ്ടത്? അതിവിടെ കൊടുത്തു അല്ലേ, ഓൾറെഡി നമ്മൾ ചെയ്തു കാണിച്ചു. ഷോർട്ട് ടേബിൾസ് അടിച്ചു. ഇനി നമ്മൾ അടുത്തത് ഷോ ദി ടേബിൾ ഫോർമാറ്റ് വിത്ത് കോളം നെയിംസ് ആൻഡ് ഡാറ്റ ടൈപ്സ് ഓഫ് ദി ടേബിൾസ്. അതെങ്ങനെ കാണാൻ പറ്റുക? അതിൻ്റെ കമാൻഡ് എന്തായിരുന്നു? സ്ട്രക്ചർ കാണാനുള്ള കമാൻഡ് DESC അല്ലേ, EESC കസ്റ്റമർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അവിടെ കാണിക്കും. അപ്പോൾ അതിൽ 4 ഫീൽഡാണുള്ളത്. കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, സിറ്റി, സ്റ്റേറ്റ്. അപ്പോൾ 4 ഫീൽഡ് കാണാൻ പറ്റും. പിന്നെ അതിൽ ടൈപ്പ്, ഓരോന്നിൻ്റെ ടൈപ്പ്. ഒന്നിൻ്റെ കസ്റ്റമർ ID ഇൻ്റാണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ വാർക്കാറാണ്. പിന്നെ നള്ള് എന്ന് പറഞ്ഞിട്ട് കാണാം, കീ, ഡിഫോൾട്ട്, എക്സ്ട്രാ ഒക്കെ കാണാം. അപ്പോൾ അത് നമുക്ക് പിന്നെ പഠിക്കാം. നള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫീൽഡ് പിന്നെ നള്ളാക്കി ഇടാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അത് നള്ള് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആ ഫീൽഡ് വേണമെങ്കിൽ നള്ളാക്കി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആക്കി ഇടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ കസ്റ്റമർ സിറ്റി അറിയില്ല, നമുക്ക് സിറ്റി അറിയില്ല, സ്റ്റേറ്റ് അറിയാം, സിറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ബ്ലാങ്ക് ആക്കിയിട്ടാലും എന്ത് ചെയ്യും, അത് ആ റെക്കോർഡ് സേവ് ആവും. അപ്പോൾ നള്ള് അവിടെ നോ ആയിരുന്നു കൊടുത്തതെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യാതെ എന്ത് ചെയ്യില്ല, സേവ് ആവില്ല. അതാണത്. അത് നമ്മൾ പിന്നീട് പഠിക്കാം. ഇനി അടുത്തതിൻ്റെ നോക്കാം, DESC പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ 2 ഫീൽഡാണുള്ളത്, പ്രൊഡക്റ്റ് ID, പ്രൊഡക്റ്റ് നെയിമും. അതിന് ടൈപ്പ് ഇൻ്റാണ്, വാർക്കാറാണ്. അടുത്തത് റിമൂവ് ദ ഫീൽഡ് സിറ്റി. റിമൂവ് ദ ഫീൽഡ് സിറ്റി ഫ്രം ദി ടേബിൾ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ എന്ന ടേബിളിൽ നിന്ന് നമ്മൾ സിറ്റി എന്ന് പറഞ്ഞ ഫീൽഡ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി 4 ഫീൽഡ് ഉണ്ടായിരുന്നു, അതിൽ സിറ്റി എന്ന് പറഞ്ഞ ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ കാണാം, ഈ സിറ്റി എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനേത് കമാൻഡ് യൂസ് ചെയ്യാം? ആൾട്ടർ അല്ലേ, ആൾട്ടർ ടേബിൾ കസ്റ്റമർ ഡ്രോപ്പ് കോളം. ഏത് കോളമാണ്? സിറ്റി. അപ്പോൾ എന്തായി? കുറേ ഓക്കെ. അതായത് എന്ത് ചെയ്തു? സിറ്റി എന്ന് പറയുന്ന കോളം നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. അപ്പോൾ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം 4 ഫീൽഡ് ഉണ്ടായിരുന്നു അല്ലേ, അതിൽ സിറ്റി എന്ന ഫീൽഡ് എന്തായി? ഒഴിവായി. ഇനി നമുക്ക് നോക്കാം, DSC കസ്റ്റമർ അടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. സിറ്റി എന്തായി? ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ. ഇപ്പം 3 ഫീൽഡ് കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിന് ഉള്ളൂ. ഇനി അടുത്തത് ആഡ് എ കോളം പർച്ചേസ് ഡേറ്റ് ഇൻ ടു ദി ടേബിൾ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൽ ഓൾറെഡി 2 ഫീൽഡാണുള്ളത്, ഒരു ഫീൽഡും കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആൾട്ടർ എന്ന് പറഞ്ഞ കമാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൾട്ടർ ടേബിൾ, ഏതാ ടേബിൾ? പ്രൊഡക്റ്റ്, ആഡ് കോളം. നേരത്തെ നമ്മൾ ഡ്രോപ്പ് ആയിരുന്നു കൊടുത്ത്, ഇതിനെന്താ ആഡ് ചെയ്യാൻ? ആഡ് കോളം പർച്ചേസ് ഡേറ്റ്, അതിൻ്റെ ടൈപ്പ് ഡേറ്റ്. ആ ഡാറ്റ ടൈപ്പ് ഡേറ്റ് ആണ്, നമ്മൾ ഡേറ്റ് ആണല്ലോ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് എന്നാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തത്. അപ്പോൾ ഇനി നോക്കാം, DSC പ്രൊഡക്റ്റ് അടിക്കുന്ന സമയത്ത് അവിടെ 3 ഫീൽഡ് കാണാം അല്ലേ. അവിടെ പർച്ചേസ് ഡേറ്റ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് ഡേറ്റ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് റീനെയിം ദി ടേബിൾ പ്രൊഡക്റ്റ് ഇൻ ടു കമ്മോഡിറ്റി. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എന്ന് പറയുന്ന ടേബിളിൻ്റെ പേര് മാറ്റാൻ എന്താക്കണം? കമ്മോഡിറ്റി എന്നാക്കണം. അപ്പോൾ കസ്റ്റമർ പ്രൊഡക്റ്റ് എന്ന പേരിൽ 2 ടേബിളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റിൻ്റെ പേര് മാറ്റിയിട്ട് കമ്മോഡിറ്റി ആക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യാം?
റീനെയിം എന്ന കമാൻഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ റീനെയിം ടേബിൾ പ്രൊഡക്റ്റ് ടു കമ്മോഡിറ്റി. അപ്പോൾ എന്തായി, റീനെയിം ചെയ്തു, ആ ടേബിളിൻ്റെ പേര് മാറ്റി. ഇനി ഷോർട്ട് ടേബിൾസ് അടിച്ചു കഴിഞ്ഞാൽ നോക്കുക, കമ്മോഡിറ്റി കസ്റ്റമർ അല്ലേ, അതിലെന്തായി, പ്രൊഡക്റ്റിൻ്റെ പേര് മാറിയിട്ട് കമ്മോഡിറ്റിന്നായി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റത്താണ്, ഡിലീറ്റ് ദി ടേബിൾ കസ്റ്റമർ. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഓൾറെഡി 2 ടേബിളുള്ളത്, കസ്റ്റമറും കമ്മോഡിറ്റിയും. അതിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ടേബിൾ ഡിലീറ്റ് ചെയ്യാം. ഡ്രോപ്പ് ടേബിൾ ഏതാണ്, കസ്റ്റമർ. ഡ്രോപ്പ് ടേബിൾ കസ്റ്റമർ എന്ന് കൊടുത്താൽ ആ കസ്റ്റമർ എന്ന ടേബിൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോകും. ഇനി കമ്മോഡിറ്റി മാത്രമേ ബാക്കിയുള്ളൂ. ഷോർട്ട് ടേബിൾസ് അടിച്ചു കഴിഞ്ഞാൽ കമ്മോഡിറ്റി കാണാം. അപ്പോൾ ഇതിലുള്ള 9 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 9 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ DDL കമാൻഡ്സ് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതിൽ പിന്നെ ഒരു ടേബിളിൽ എങ്ങനെ ഒരു കോളം നമുക്ക് ആഡ് ചെയ്യാം, ഒരു ഫീൽഡ് എങ്ങനെ ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഒരു ഫീൽഡ് എങ്ങനെ ഒഴിവാക്കാം, പിന്നെ റീനെയിം ചെയ്യാം, ഒരു ടേബിൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം DDL കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇതിൻ്റെ സ്കീമ അല്ലേ, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ടേബിൾ ഡിലീറ്റ് ചെയ്യാനും ടേബിളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനും അങ്ങനെയുള്ള. അപ്പോൾ ഇത് ഡാറ്റയായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ. പിന്നെ എല്ലാം എന്താണ്, ഇതിൻ്റെ ആ സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ DDL കമാൻഡ്സ് ചെയ്യുന്നത്. നേരെ മറിച്ച് DML കമാൻഡ്, ഇതിൽ ഡാറ്റ മാനിപ്പുലേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ് ഡാറ്റ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു.